നമ്മുടെ ശ്രദ്ധയെ ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലേക്ക് തിരിക്കാം. ലെറ്റ്സ് ടേൺ അവർ അറ്റൻഷൻ ടു ദ എപ്പിസിൽ ടു ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1 വേഴ്സ് 6. താങ്ക് യു. വേഴ്സ് 4 ഇൻ മലയാളം. മലയാളത്തിൽ അത് 4-ാമത്തെ വാക്യമാണ്. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. സ്തോത്രം. ഇംഗ്ലീഷിൽ വേഴ്സ് 6 ആണ്, മലയാളത്തിൽ വേഴ്സ് 4 ആണ്. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. ഫിലിപ്പിയിലുള്ള ദൈവസഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ ഫിലിപ്പിയ സഭയുടെ സ്ഥാപനത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. We can understand how God used Apostle Paul and other servants of God to start a ministry at Philippi in the book of the Acts of the Apostles, chapter 16. They had gone through a lot of problems when they reached Macedonia. When they reached Philippi, they had gone through some problems. Apostle Paul and Silas, they were in prison. But God delivered them from that prison. And before that, God opened the heart of Lydia. And in such a way, there started a ministry. The gospel was preached over there, and many believed. And there started the church at Philippi. ഫിലിപ്പിയിൽ സഭ രൂപീകൃതമാകുവാനിടയായി, ദൈവദാസന്മാരെ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുവാനിടയായി. ദൈവിക നിയോഗപ്രകാരം അവർ ഫിലിപ്പിയിലെത്തിയ, അവരുടെ സ്വന്തം ഇഷ്ടത്തിന് ഫിലിപ്പിയിലെത്തിയതല്ല, ദൈവിക നിയോഗപ്രകാരം അവരെത്തിയതാണ്. ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി, അവരതിനെ അനുസരിച്ചു. ബിദുന്യയ്ക്ക് പോകരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി, അവരതിനെ അനുസരിച്ചു. ദൈവിക ദർശനപ്രകാരം മക്കതോനിയയിലേക്ക് എത്തി. മക്കതോനിക്കാരനായി പുരുഷൻ വന്നിട്ട് ഞങ്ങളെ സഹായിക്കുക എന്ന് പറയുന്ന ആ ദർശനം കണ്ടിട്ട് മക്കതോനിയയിലെ പ്രധാന പട്ടണമായ ഫിലിപ്പിയിലെത്തി. അപ്പോൾ ദൈവിക നിയോഗപ്രകാരം അവർ മുൻപോട്ട് പോയപ്പോൾ ഫിലിപ്പിയിൽ സഭ രൂപീകൃതമാകുവാനിടയായി. We need to live a life according to the guidance of the Holy Spirit. We must be led by the Spirit of God. All those who are led by the Spirit of God are the children of God. All those who are led by the Spirit of God are the children of God. Hallelujah. I request all the children, please be attentive. Okay, I'll ask some questions. Amen. In between, I'll ask some questions as well. Hallelujah. Last time I said that I'll give a gift to Olivia. This is your gift, okay? Don't open it now, okay? Yeah. Okay, don't open it. So I'll give gift today. Also, if you all are attentive and if you answer the question which I'll ask, okay? Yeah, please be attentive. Okay, കർത്താവ് അനുഗ്രഹിക്കട്ടെ. So ഫിലിപ്പിയിൽ ഒരു സഭ രൂപീകൃതമാകുവാനിടയായി. So we must be led by the Spirit of God. ദൈവാത്മാവിനാൽ നമ്മൾ നടത്തപ്പെടണം, പരിശുദ്ധാത്മാവിന് വിധേയപ്പെടണം, പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടണം. എങ്കിൽ മാത്രമേ നമ്മെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നമ്മെ എല്ലാവരെയും ഉപയോഗിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. പലപ്പോഴും നമ്മൾ തന്നെയാണ് അതിന് തടസ്സം, മറ്റാരുമല്ല. നമ്മളാണ് ദൈവം നമ്മളെ ഉപയോഗിക്കുന്നതിന് തടസ്സം. ഒരു മനുഷ്യനും ദൈവം നമ്മെ ഉപയോഗിക്കുന്നതിന് തടയാൻ പറ്റത്തില്ല. ഒരു പിശാചിനും ദൈവം നമ്മെ ഉപയോഗിക്കുന്നതിന് തടയാൻ പറ്റത്തില്ല. കാരണം ദൈവമാണ് നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. പക്ഷെ നമുക്ക് മനുഷ്യൻ പറയുന്നത് കേട്ടും പിശാചിൻ്റെ ഗൈഡൻസൊക്കെ പലതും ഏറ്റെടുത്തും പിശാച് പറയുന്ന പല ശബ്ദങ്ങളും ഏറ്റെടുത്തും ഒക്കെ നമുക്ക് ദൈവം നമ്മെ ഉപയോഗിക്കുന്നതിൽ നിന്ന് നമ്മളെ തന്നെ തടയാൻ കഴിയും.
മനസ്സിലാകുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ ദൈവാത്മ നിയോഗത്തിൽ മുൻപോട്ട് ജീവിക്കണം. അങ്ങനെ ഫിലിപ്പിയിൽ സഭ രൂപീകൃതമായി. അവിടെ നിന്ന് അപ്പോസ്തലൻ യാത്ര ചെയ്തു പോയി. പിന്നീട് ഫിലിപ്പിയർക്ക് കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് ലേഖനം എഴുതുകയാണ്. ദിസ് ഈസ് എ പ്രിസൺ എപ്പിസൽ. ദിസ് ഈസ് വൺ ഓഫ് ദി പ്രിസൺ എപ്പിസൽസ്. Ephesians, Philippians, Colossians, and one more epistle is known as the prison epistle. What is that epistle? Which one is that? Ephesians, Philippians, Colossians, and from here, children. No. Yeah, your turn is over. And the epistle to Philemon. Ephesians, Philippians, Colossians, and epistle to Philemon. ഈ 4 ലേഖനങ്ങളെ കൂട്ടിച്ചേർത്താണ് കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് പറയുന്നത്. കാരാഗ്രഹ ലേഖനങ്ങൾ. അപ്പോൾ ഈ കാരാഗ്രഹ ലേഖനങ്ങളിൽപ്പെട്ട ഒരു ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതുമ്പോൾ തന്നെ ഈ ഫിലിപ്പിയ ലേഖനത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസിൻ്റെ ഹൃദയത്തിലുള്ള ആ സന്തോഷം നമുക്ക് കാണാൻ കഴിയും. ഒറ്റ വാക്കിൽ ഫിലിപ്പിയ ലേഖനത്തെ വിശേഷിപ്പിക്കാൻ പറഞ്ഞ സന്തോഷം എന്ന വാക്ക് പറഞ്ഞാൽ മതി. റിജോയ്സ് or joy. Amen. Last time also I shared with you a statement which was shared by one other pastor. There is pleasure for sin, but there is joy in the presence of God. There is pleasure for sin and there is joy in the presence of God. Hallelujah. Amen. There is joy in the presence of God. Rejoice in the Lord. That's what Apostle Paul is saying to the church at Philippi. ഇവിടെ ഈ ലേഖനം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഒന്ന് വായിക്കാമോ ഈ ലേഖനത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങൾ? ക്രിസ്തുയേശുവിൻ്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും. സ്ലേവ്സ് എന്നാണ്, ഡ്യൂലോസ് എന്ന ഗ്രീക്ക് പദം അവിടെ വരും. ഡ്യൂലോസ്, ദാസൻ, സ്ലേവ്. ഇറ്റ് ഷോസ് ദ ഹ്യൂമിലിറ്റി ആൻഡ് സബ്മിഷൻ ഓഫ് അപ്പോസ്റ്റൽ പോൾ. അപ്പോസ്തലനായ പൗലോസിൻ്റെ താഴ്മയാണ് ഈ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ക്രിസ്തുയേശുവിൻ്റെ ദാസൻ. വേണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ തനിക്ക് തന്നെക്കുറിച്ച് പറയാനുണ്ട് അല്ലേ? ചിലരുണ്ട് തങ്ങളെക്കുറിച്ച് തന്നെ ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. തങ്ങളെ തന്നെ ഇങ്ങനെ സെൽഫ് ബോസ്റ്റ് ചെയ്യുന്നവരുണ്ട്. സെൽഫ് ബോസ്റ്റിങ് അത് അവരുടെ ഒരു ശീലമാണ്. സെൽഫ് ബോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോസ്തലൻ പറയുകയാണ്, തന്നെ തന്നെ താഴ്ത്തി പറയുകയാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനാണ്, എ സ്ലേവ് ഓഫ് ക്രൈസ്റ്റ്. സ്ലേവറി എന്താണെന്നും സ്ലേവ്സ് എന്താണെന്നും ഒക്കെ നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്, ഡ്യൂലോസ് എന്ന പദം. അല്ലേ, നമുക്കെല്ലാം പരിചയമാണ് ഡ്യൂലോസ്. അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. കാരണം റോമൻ എംപയറിൽ സ്ലേവറി അലൗഡ് ആയിരുന്നു. സ്ലേവറി വാസ് കോമൺ ആൻഡ് അക്സെപ്റ്റഡ് ഇൻ റോമൻ എംപയർ. Slaves were counted as a property, not as human beings. Hello? Slaves were counted as a property, not as human beings. ഒരു വസ്തുവായിട്ടാണ് സ്ലേവ്സിനെ, കാരണം വിൽക്കും, വാങ്ങിക്കും. They were counted just as a property. അത് ഉൾക്കൊണ്ട് തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുക, ഞാനൊരു സ്ലേവാണ്, ഞാനൊരു ദാസനാണ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ പ്രോപ്പർട്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ വകയാണ്, ഞാൻ എൻ്റെ യേശുവിൻ്റെ സ്വന്തമാണ്. എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഞാൻ എൻ്റെ യേശുവിൻ്റെ സ്വന്തമാണ്. ഹല്ലേലൂയ. നമ്മൾ പാടാറുണ്ട്, യേശുവിൻ സ്വന്തമായി തീർന്നതിനാൽ എന്തൊരു ആനന്ദമേ ഭൂവിൽ വാസം. ഹല്ലേലൂയ. Then the next thing is, masters have total control over the slaves. യജമാനന് പൂർണ്ണ അധികാരമാണ് ഒരു സ്ലേവിൻ്റെ മേൽ. അപ്പോൾ ക്രിസ്തുയേശുവിൻ്റെ പൂർണ്ണ അധികാരത്തിൻ്റെ കീഴിൽ എന്ന് പറഞ്ഞാൽ, ജീസസ് പർച്ചേസ്ഡ് പോൾ. We all are purchased by Jesus. We were under sin.
ഹല്ലേലൂയ. പാപത്തിൻ കീഴായിരുന്നു നമ്മളെ വിലയ്ക്ക് വാങ്ങി. യേശു പൗലുസിനെ വിലയ്ക്ക് വാങ്ങിയെന്ന് പൗലുസ് വിശ്വസിക്കുന്നു. ഞാൻ യേശുവിൻ്റെ വകയാണെന്ന് വിശ്വസിക്കുന്നു. യേശുവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് താൻ എന്ന് തനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. There is only one master. There is only one master. അതാണ് പുതിയ നിയമത്തിലൊക്കെ പറയുന്നത്, രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയത്തില്ല. There is only one master. ഒരു ട്രൂ മാസ്റ്റർ മാത്രമേ ഉള്ളൂ. For a slave there is only one true master. അല്ലേ? പൗലോസ് അപ്പോസ്തലൻ യേശു ക്രിസ്തുവിൻ്റെ ദാസനാണെന്ന് പറയുമ്പോൾ യേശു തൻ്റെ യജമാനനാണ്. അപ്പോൾ തന്നെ സ്തോത്രം, നമ്മുടെ കർത്താവ് തന്നെത്താൻ ദാസരൂപമെടുത്ത് ഇറങ്ങി വന്ന കർത്താവ്, തന്നെത്താൻ ദാസനായി തീർന്ന കർത്താവിൻ്റെ ദാസനായിരിക്കാൻ പൗലോസ് അപ്പോസ്തലന് സന്തോഷം മാത്രമേ ഉള്ളൂ. സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നൊരു ദാസനായി തീർന്ന കർത്താവിൻ്റെ ദാസനായിരിക്കാൻ പൗലോസിന് സന്തോഷമേ ഉള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സന്തോഷമുണ്ട് കർത്താവിൻ്റെ ആമേൻ ദാസന്മാരായിരിക്കാൻ, അല്ലെങ്കിൽ കർത്താവിൻ്റെ മക്കളായിരിക്കാൻ? How many of you are happy to be known as a child of God? How many of you are happy? Hallelujah. Are you happy? Sit properly. Sit straight. Yeah. Good. Amen. God bless you. Amen. Are you all happy? We must be happy to be known as a child of God or children of God. Hallelujah. എന്നിട്ട് ഇവിടെ പറയുകയാണ്, ഞാൻ കർത്താവിൻ്റെ ഒരു സെർവൻ്റാണ്, ഒരു സ്ലേവാണ്. Amen. This shows the humility and submission of Apostle Paul. Then he is telling, from a slave of Jesus Christ to the saints and the elders and the deacons. എന്നാലോചിക്കേ, ഇവിടെ ആരെയാ വലുതായിട്ട് പറയുന്നേ? From a slave of Jesus Christ to the saints, to the elders, to the servants or the deacons. അവിടെ പുതിയ നിയമസഭയുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് ആ വാക്കുകളിൽ. ആമേൻ. സെയിൻസ് എന്ന് വിളിക്കുന്നത് വിശ്വാസികളായിട്ടുള്ളവരെയാണ് വിശുദ്ധന്മാർ എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് എവിടെ എഴുതിയിരിക്കുന്നത്? ക്രിസ്തുവേശുവിലുള്ള, ആ പദം ശ്രദ്ധിക്കണം, ക്രിസ്തുവേശുവിലുള്ള വിശുദ്ധന്മാർ. നമ്മൾ ക്രിസ്തുവേശുവിലാണെങ്കിൽ വിശുദ്ധനാ. ഹല്ലേലൂയ. If you are in Christ Jesus, you are a saint. If you are not in Christ Jesus, you are not a saint. We can call that person a saint. Are you in Christ Jesus? Are we in Christ Jesus? നമ്മൾ ക്രിസ്തുവിലാണോ? ക്രിസ്തുവേശുവിലുള്ള If we are in Christ Jesus, we are saints. വിശുദ്ധന്മാരാ. ക്രിസ്തുവിൻ്റെ വിശുദ്ധിയാണ് നമ്മളിൽ വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ വിശുദ്ധിയാ നമ്മളെ വിശുദ്ധരാക്കുന്നത്, അല്ല നമ്മുടെ സ്വന്തം വിശുദ്ധിയല്ല, നമ്മുടെ സ്വന്തം നീതിയിലല്ല. ക്രിസ്തുവിലായിരിക്കുമ്പോൾ ക്രിസ്തുവിലെ വിശുദ്ധിയാണ് നമ്മെ വിശുദ്ധന്മാരാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വിശുദ്ധന്മാരെന്ന് വിളിക്കപ്പെടാൻ എങ്ങനെ വിശുദ്ധന്മാരെന്ന് വിളിക്കാൻ പറ്റും? പിന്നെ ചില ദേവാസന്മാരൊക്കെ പറയും പിന്നെ വിശുദ്ധന്മാരും പാപികളുമേ എന്ന് വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് പല ലേഖനങ്ങളിലും വിശുദ്ധന്മാരെന്ന് പൗലോസ് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഞാൻ പറയുന്നത് ഹല്ലേലൂയ, അവൻ ക്രിസ്തുവിലുള്ളവർ ഉള്ള വിശുദ്ധന്മാർക്ക്. പിന്നെ എൽഡേഴ്സ്, അത് pastors or bishops or overseers, we can call them pastors or overseers, whatever. bishop ചർച്ചകളിലൊക്കെ ബിഷപ്പ് എന്നാണ്, ഓർഡൈൻഡ് ബിഷപ്പ് എന്നാണ് പറയുന്നത്. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. അടുത്ത ശുശ്രൂഷകന്മാർ, ഡീക്കൻസ്, ശുശ്രൂഷകന്മാർ അല്ലേ? അപ്പോസ്തല പ്രവൃത്തിയിൽ 7 പേരെ മേശമേൽ ശുശ്രൂഷിപ്പാൻ തിരഞ്ഞെടുത്തു. അഡ്മിനിസ്ട്രേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നവരെ ശുശ്രൂഷകന്മാരെന്നാണ് വിളിക്കുന്നത്. Hallelujah. This is the administrative structure of the New Testament church, the elders and the deacons. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. Yesterday also we meditated this grace and peace in our brothers meeting. Brother Santosh Varghese was sharing the message.
ആൻഡ് ഗ്രേസ് ആൻഡ് പീസ്, ഗ്രേസ് ആൻഡ് പീസ്. ഇത് അപ്പോസ്തലനായ പൗലോസ് പല ലേഖനങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു സല്യൂട്ടേഷനാണ്. ഒരു എന്താ പറയുക, ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഒരു വന്ദന ശബ്ദം കൂടെയാണ്. നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേലുണ്ടാകട്ടെ, കൃപ നിങ്ങളുടെ മേലുണ്ടാകട്ടെ. നമ്മെ നിലനിർത്തുന്നത് ദൈവകൃപയാണ്. നമ്മൾ ഇന്നലെ കേൾക്കുവാനിടയായി തീർന്നു. നമ്മെ നിലനിർത്തുന്നത് ദൈവകൃപയാണ്. നാം ആയിരിക്കുന്നത് കൃപയാലാണ്. നാം ആയിരിക്കുന്ന കൃപയാൽ. എത്ര പേർക്ക് ബോധ്യമുണ്ട്? നാം ആയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാല, നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, നമ്മുടെ സാമർഥ്യം കൊണ്ടല്ല. നാം ആയിരിക്കുന്നത് കൃപയാല. ഒരു വിശ്വാസിയായിട്ട് ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാല. വീണുപോകാതെ നമ്മൾ നിൽക്കുന്നത്, ഒരു വിശ്വാസി എന്ന നില നിൽക്കുന്നത്, പാപത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന ഈ ലോകത്തിൽ പാപം കൂടാതെ വിശുദ്ധിയോടെ ജീവിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് ദൈവകൃപയൊന്നുകൊണ്ട് മാത്രമാണ്. കൃപ കൂടാതെ, ദൈവകൃപ കൂടാതെ ഒരു വിശുദ്ധ ജീവിതം സാധ്യമല്ല. ഒരു വിശുദ്ധ ജീവിതം സാധ്യമല്ല. ഇറ്റ് ഈസ് ബൈ ഗ്രേസ് ദാറ്റ് വി ആർ സേവ്ഡ്. ഇറ്റ് ഈസ് ബൈ ഗ്രേസ് ദാറ്റ് വി ആർ ലിവിങ്. ഇറ്റ് ഈസ് ബൈ ഗ്രേസ് ദാറ്റ് വി ആർ ഗോയിങ് ടു എൻറ്റർ ഇൻ ടു ഇറ്റേണിറ്റി. ഹല്ലേലൂയ. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത് കൃപയാല, നമ്മൾ നിൽക്കുന്നത് കൃപയാല, നമ്മൾ നിത്യത അവകാശമാക്കാൻ പോകുന്നത് കൃപയാല. ഗ്രേസ് ആൻഡ് പീസ്, ദൈവത്തിൻ്റെ സമാധാനം, ദ പീസ് ഓഫ് ഗോഡ് വിച്ച് സർപാസസ് ഓൾ അണ്ടർസ്റ്റാൻഡിങ്. അത് ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ കാണുന്ന വാക്യമാണ്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. ദൈവസമാധാനത്തിന് മാത്രം പ്രത്യേകതയാണ്, അത് ബുദ്ധിയെ കവിയുന്നതാണ്. ഇറ്റ് സർപാസസ് ഓൾ അണ്ടർസ്റ്റാൻഡിങ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നത് ലോകം തരുന്നത് പോലെ അല്ല. പ്രശ്നങ്ങളില്ലാത്തപ്പോൾ മാത്രമുണ്ടാകുന്ന ഒരു ഫീലിംഗ് അല്ല സമാധാനം. ദൈവപൈതലിനെ സംബന്ധിച്ച് പ്രശ്നങ്ങളുടെ നടുവിൽ കൂടെ പോകുമ്പോഴും അകത്തളങ്ങളിൽ ദൈവത്താൽ നൽകപ്പെടുന്നതാണ് ദൈവിക സമാധാനം എന്ന് പറയുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? പ്രശ്നങ്ങളൊന്നുമില്ലാത്തപ്പോൾ അത് സാധാരണക്കാരന് എല്ലാവർക്കും സമാധാനമാണ്. എന്നാൽ ഒരു ദൈവപൈതലിന്റെ സമാധാനം എന്ന് പറയുന്നത് പ്രതിസന്ധികളുടെ ഇടയിൽ കൂടെ കടന്നു പോകുമ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥനയോട് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്താൽ അകത്തളങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്ന, ദൈവത്താൽ ലഭ്യമായിത്തീരുന്ന, ദൈവാത്മാവിനാൽ ലഭ്യമായിത്തീരുന്നതാണ് ദൈവിക സമാധാനം. അതിനെക്കുറിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോസ്തലനായി പൗലോസ് ഈ സമാധാനം അനുഭവിച്ചുകൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നത്. എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഞാൻ പറയുന്നത്? അതുകൊണ്ടല്ലേ പറയുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. റിജോയ്സ് ഇൻ ദ ലോർഡ്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പറയുക, റിജോയ്സ് ഇൻ ദ ലോർഡ്, ബിക്കോസ് ഹി ഈസ് റിജോയ്സിങ് ഇൻ ദ ലോർഡ്. Even though he is in chains, even though he is in prison, he is rejoicing in the Lord. Apostle Paul is rejoicing because God has already installed, or God has already given the peace which surpasses all understanding to Paul. That's why he is rejoicing. Hallelujah. എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു. എൻ്റെ ബന്ധനം, I am in prison because of Christ Jesus, because of the gospel, so I am rejoicing. I don't have any regret. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നത് എനിക്ക് ഏറെ നല്ലത്. എനിക്കതിന് ഏറെ കാംക്ഷയുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. That was the attitude of Apostle Paul. Amen. അപ്പോൾ എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ verse 3 onwards, Amen, verse 3 onwards, ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിക്കുക. സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നത്. അപ്പോസ്തലൻ Paul is praying with gladness, with gladness, with joy. ഒത്തിരി സന്തോഷമാണ്. ഫിലിപ്പർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് സന്തോഷമാണ്. സന്തോഷം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഫിലിപ്പിയർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഫിലിപ്പിയരോട് പ്രത്യേക ഒരു സ്നേഹമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. മറ്റ് പല സഭകളിൽ നിന്ന് വ്യത്യസ്തമായി ഫിലിപ്പിയരോടൊരു പ്രത്യേക സ്നേഹം അപ്പോസ്തലനായ പൗലോസിന് ഉണ്ടോ എന്നെനിക്കൊരു സംശയം ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതിന് പല കാരണങ്ങൾ കാണാം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സ്തോത്രം, നിങ്ങളെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ, എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ തോന്നിയെന്ന് കാരണം, നിങ്ങളെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുക. അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളോട് എനിക്ക് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് അറിയാമോ? ഹലോ,
നിങ്ങളോട് എനിക്ക് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് അറിയാമോ? നിങ്ങളെ ഐ ഹാവ് ക്യാരിഡ് യു ഇൻ മൈ ഹാർട്ട്. യു ആർ ഇൻ മൈ ഹാർട്ട്. എന്നിട്ട് 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോഴാണ് അപ്പോസ്തലൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു ആഴം നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നത്. 4-ാം അധ്യായത്തിൽ ഇങ്ങനെ വിളിക്കുക, എൻ്റെ പ്രിയരെ, എൻ്റെ വാഞ്ചിതരെ, എൻ്റെ സഹോദരന്മാരെ, എൻ്റെ സന്തോഷമേ, എൻ്റെ കിരീടമേ. ഹലോ, പ്രൈസ് ദി ലോർഡ്. അല്ലേ, നമ്മൾ പിള്ളേരെയൊക്കെ വിളിക്കത്തില്ലയോ? മുത്തേ, ചക്കരേ, അല്ലേ? കുഞ്ഞുങ്ങളെയൊക്കെ വിളിക്കാറില്ലേ? വിളിക്കാറില്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ച് തുടങ്ങണം. ഹല്ലേലൂയ, ആമേൻ. എൻ്റെ കിരീടമേ, എൻ്റെ സന്തോഷമേ. ഇതൊന്നും വിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. അല്ലേ, ആമേൻ. എൻ്റെ കിരീടമായുള്ളവരെ, എൻ്റെ സന്തോഷം, എൻ്റെ പ്രിയരെ, എൻ്റെ വാഞ്ചിതരെ, നിങ്ങളെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നു അറിയാമോ? നിങ്ങളെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒരു പ്രത്യേക സ്നേഹം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആമേൻ. അപ്പോൾ അപ്പോസ്തലൻ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുക. അത് കാരണം എന്താണെന്നറിയോ? ഈ സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ അപ്പോസ്തലൻ്റെ ഹൃദയത്തിൽ എന്തുകൊണ്ടാണ് കഴിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, their friendship with Apostle Paul. സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭം മുതൽ അവർക്ക് അപ്പോസ്തലനോടൊരു കൂട്ടായ്മയുണ്ട്. They are showing fellowship to the apostle. They are showing fellowship to the servant of God. ആ ദൈവദാസനോട് അവർക്ക് അതിയായ സ്നേഹമുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, കൂട്ടായ്മയുണ്ട്. ഹല്ലേലൂയ. ഭയങ്കര സ്നേഹം അവർക്ക്. ഫിലിപ്പിയിൽ സുവിശേഷ ഘോഷണത്തിൻ്റെ അവർ കർത്താവിനെ അറിഞ്ഞ നാൾ തൊട്ട് ദൈവദാസനോട് ഭയങ്കര സ്നേഹമാണ്, അപ്പോസ്തലനോട് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് സന്തോഷത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ആമേൻ. പിന്നെ അവർ സുവിശേഷ ഘോഷണത്തിൽ സപ്പോർട്ട് ചെയ്യുന്നു. ആമേൻ. ദിസ് ചർച്ച് ഈസ് ഫിനാൻഷ്യലി ഓൾസോ സപ്പോർട്ടിങ് അപ്പോസ്റ്റൽ പോൾ. സ്തോത്രം. അത് ഫിലിപ്പിയിൽ ഉള്ളപ്പോൾ മാത്രമല്ല, ഫിലിപ്പിയിൽ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷവും. അല്ലേ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേഴ്സ് 6 ഇൻ മലയാളം. കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും എൻ്റെ ബന്ധനത്തിന്, സുവിശേഷത്തിന്, പ്രതിവാദത്തിന്, സ്ഥിരീകരണത്തിന് എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നു. സ്തോത്രം. ആമേൻ. 1-ാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം, കൂട്ടായ്മയുണ്ട്, ഫെലോഷിപ്പ്. കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസനോട് കൂട്ടായ്മയുണ്ട്, സ്നേഹമുണ്ട്, സ്നേഹബന്ധമുണ്ട്. തന്നെ ഫിനാൻഷ്യലിയും ഇവിടെ അപ്പോസ്തലനായ പൗലോസിനെ അവർ സപ്പോർട്ട് ചെയ്യും. 4-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. 4-ാം അധ്യായത്തിൽ പറയുന്നു. സ്തോത്രം. ആ 4-ാം അധ്യായത്തിലും ഈ കാര്യം അവിടെ പറയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലൻ പറയുകയാണ് 4:15, ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കദോനിയിൽ നിന്ന് പുറപ്പെട്ടാറ് നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല. തെസലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നു. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, എന്ന് പറഞ്ഞാൽ നിങ്ങൾ തരുന്നതിനെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല. ഐ എം നോട്ട് എക്സ്പെക്റ്റിംഗ് ദാറ്റ്. നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നല്ല, പക്ഷെ നിങ്ങളത് ചെയ്തു. നിങ്ങൾക്ക് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു, പക്ഷെ നിങ്ങളത് ചെയ്തു. അത് നിങ്ങൾ സുവിശേഷത്തോടും ദൈവവേലയോടും എന്നോടും കാണിച്ച സ്നേഹമാണ്. ആമേൻ, സ്തോത്രം. സുവിശേഷ ഘോഷണത്തിൽ അടുത്ത ഭാഗം എന്തുകൊണ്ടാണ് സന്തോഷത്തോട് പ്രാർത്ഥിക്കുന്നത് അറിയാമോ? സ്തോത്രം. വേഴ്സ് 5 and 6. 1 verse 5 and 6. കൃപയിൽ എനിക്ക് കൂട്ടാളികളാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടായ്മയുണ്ട് സുവിശേഷ വേലയിൽ. അടുത്തത് സ്തോത്രം. സുവിശേഷ ഘോഷണത്തിലെ കൂട്ടായ്മ, കൃപയിൽ കൂട്ടാളികൾ, ബന്ധനത്തിലും പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും, in imprisonment, in defending and confirming the truths of the good news, I have upheld you
all in my heart. നിങ്ങൾക്ക് ഇവർക്ക് അപ്പോസ്തലൻ ബന്ധനത്തിൽ കിടക്കുന്ന നിമിത്തം ഒരു നാണക്കേടുമില്ല. അപ്പോസ്തലൻ ബന്ധനത്തിൽ കിടക്കുമ്പോഴും അവരുടെ സപ്പോർട്ടുണ്ട്. യെസ്, അപ്പോസ്തലൻ പോൾ, we are with you. Amen. You are in prison, but we are with you. Hallelujah. Amen. You may be going through a problem, but we are with you. അവർ പറയുക, ഞങ്ങൾ അപ്പോസ്തലനെ ഞങ്ങൾക്ക് നാണക്കേടൊന്നുമില്ല ചെയിനിലാണെന്ന് പറയുന്നതിൽ. ഹല്ലേലൂയ, പ്രൈസ്. ഞങ്ങൾ അപ്പോസ്തലൻ്റെ കൂടെയുണ്ട്. സ്തോത്രം. അത്രമാത്രം ഒരു ഹൃദയ അടുപ്പം അപ്പോസ്തലനോട് ഫിലിപ്പിയ സഭയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി സന്തോഷത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ ഓർമ്മ ഹൃദയത്തിൽ വരുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്നേ. സ്തോത്രം പറയുന്നതിൽ മടിക്കരുത്. സ്തോത്രം പറയണം. കർത്താവിന് സ്തോത്രം പറയണം. സ്തോത്രത്തിൽ കവിഞ്ഞു വിരിപ്പീൻ എന്ന വചനം പറയുന്നത്. സ്തോത്രത്തിൽ കവിഞ്ഞു വിരിപ്പീൻ. സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണം. സ്തോത്രം പറയണം. ദൈവത്തിന് സ്തോത്രം പറയുന്നതിലൊന്നും മടിക്കരുത്. ആമേൻ. റേഷൻ അല്ല സ്തോത്രം. സ്തോത്രം പറയണം. ദൈവത്തിന് സ്തോത്രം പറയുന്നതിന് എന്തിനാണ് മടിക്കുന്നത്? കർത്താവേ സ്തോത്രം, എന്നെ നടത്തുന്നതിനായി സ്തോത്രം, എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഉപകാരങ്ങൾക്കായി സ്തോത്രം, എന്നോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം, അവിടെ തന്നെ സർവ്വശക്തനായ ദൈവമാകിയാൽ സ്തോത്രം, അവിടെ തന്നെ വഴി നടത്തുന്ന ദൈവമാകിയാൽ സ്തോത്രം, അവിടെ നിന്ന് ഉന്നതനാകിയാൽ സ്തോത്രം. സ്തോത്രം പറയാൻ നമുക്ക് മടി കാണിക്കരുത്. സ്തോത്രം പറയണം. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ സ്തോത്രം പറയണം. നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെ സ്തോത്രം ചെയ്യുക. നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സ്തോത്രം. കർത്താവേ സ്തോത്രം. നമ്മുടെ കൂട്ടുവിശ്വാസികളൊക്കെ ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലോട്ട് വരത്തില്ല. അപ്പോൾ സ്തോത്രം പറയണം. അവരെ ഓർത്ത് സ്തോത്രം ചെയ്യണം. ദൈവമേ, അവരെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ദൈവം അവരെ അനുഗ്രഹിക്കണേ, അവരെ വിടുവിക്കണേ. കർത്താവേ അവരെ സൗഖ്യമാക്കണേ. രോഗികളാണെങ്കിൽ പ്രാർത്ഥിക്കണം. കർത്താവേ അവരെ സൗഖ്യമാക്കണേ. സ്തോത്രം പറയണം. ഹല്ലേലൂയ. നമ്മൾ സ്തോത്രം പറയണം. നമ്മൾ സ്തോത്രം പറയാൻ ആമേൻ മടി കാണിക്കരുത്. സ്തോത്രം ചെയ്യുന്നവരാകണം. ആമേൻ. സ്തോത്രം. അങ്ങനെ ആമേൻ. അടുത്ത മെയിൻ നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് വരികയാണ്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിൻ്റെ നാൾ വരെ ക്രിസ്തുയേശു നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിക്കുന്നു. അത് നമ്മൾ വായിച്ച കുറിവാക്കിയതാണ്. സോ ദൈവം ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചു അല്ലേ? ദൈവമാണ് ആരംഭിച്ചത്. ആരിലാണ് ആരംഭിച്ചത്? നമ്മളിൽ അല്ലെ? ഫിലിപ്പിയിൽ ഒരു നല്ല പ്രവൃത്തി ദൈവം ആരംഭിച്ചു. ഫിലിപ്പിയിൽ ഒരു കൂട്ടായ്മ ദൈവത്താൽ തുടക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ തന്നെ ഇവിടെ പറയുന്നത് നിങ്ങളിൽ, ഇൻ യു, നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തി. എന്താ നല്ല പ്രവൃത്തി? ആമേൻ. ദ സാൽവേഷൻ എക്സ്പീരിയൻസ് അല്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയത്തിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഒരു ദൈവ പൈതലിനെ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ പറ്റിയത്. അപ്പം അവിടെ ദൈവം ഒരു നല്ല പ്രവൃത്തി നമ്മിൽ ആരംഭിച്ചു. ദൈവം ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചു. അടുത്ത ഭാഗത്തിൽ പറയുവാണ്, ക്രിസ്തുയേശുവിൻ്റെ നാളോളം അവൻ അതിനെ തികയ്ക്കും. ദൈവം തുടങ്ങുന്നതിനെയൊക്കെ ദൈവം പൂർത്തീകരിക്കുന്ന ദൈവമാണ്. ദൈവം തുടങ്ങുന്നതിനെ ദൈവം പൂർത്തീകരിക്കും. ഭൂമിയുടെ എവിടെയെങ്കിലും പകുതി പണി ദൈവം ചെയ്തിട്ട് ബാക്കി വെച്ചിട്ട് പോയി കണ്ടിട്ടുണ്ടോ? നമ്മളിങ്ങനെ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നവരാണല്ലോ. നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുന്നവരാ. എവിടെയെങ്കിലും കർത്താവ് ഇത് കുറച്ചുകൂടെ ഒന്ന് ഫിനിഷിങ് ചെയ്തിട്ടില്ല എന്ന് ഇല്ല. ദൈവം എല്ലാം കംപ്ലീറ്റാണ് ചെയ്തത് അല്ലേ? സ്തോത്രം. ദൈവം കംപ്ലീറ്റാണ് ചെയ്തത്. മനുഷ്യനുണ്ടാക്കിയതും ദൈവം ചെയ്ത പ്രവൃത്തികൾക്കെല്ലാം ഒരു കംപ്ലീഷനുണ്ട്. ആമേൻ. എല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അല്ലേ? എല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാണ്. എല്ലാം കംപ്ലീറ്റ് ആക്കുക. നമ്മളെങ്ങനെയാ അല്ലേ? നമ്മളെങ്ങനെയാ? നമ്മളെല്ലാം പകുതി വെച്ച് ന്യൂ ഇയറിൽ നമ്മൾ റെസൊല്യൂഷൻ എടുത്തു അല്ലേ? ഞാൻ എന്നെ ഉൾപ്പെടെയാണ് പറയുന്നത് കേട്ടോ. ന്യൂ ഇയറിൽ നമ്മൾ റെസൊല്യൂഷൻ എടുത്തു. സ്തോത്രം. ആ റെസൊല്യൂഷൻ ആദ്യത്തെ 10 ദിവസം കഴിയുമ്പോൾ റെസൊല്യൂഷനും ഇല്ല, നമ്മളും ഇല്ല അല്ലേ? ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ തുടങ്ങുന്ന പല കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. നമ്മൾ ഭയങ്കര റെസൊല്യൂഷനൊക്കെ എടുക്കും. സ്തോത്രം. ചിലർ റെസൊല്യൂഷൻ എടുത്ത് മടുത്ത് ഇനി ഒരു റെസൊല്യൂഷൻ എടുക്കത്തില്ലെന്ന് റെസൊല്യൂഷൻ അങ്ങ് എടുത്ത് അങ്ങനെയുള്ളവരുണ്ട്. തീരുമാനം എടുത്തിരിക്കുന്നവരുണ്ട്. കാരണം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പലതും സ്റ്റാർട്ട് ചെയ്യും, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഉൽപ്പത്തി തുടങ്ങും, 10 അധ്യായം ആകുമ്പോൾ അവിടെ നിൽക്കും. വീണ്ടും ഒരു 6 മാസം കഴിയുമ്പോൾ ഒരു ഉണർവൊക്കെ വരുമ്പം വീണ്ടും തുടങ്ങും ഉൽപ്പത്തി, 10 അധ്യായം വീണ്ടും നിൽക്കും.
ചിലരൊക്കെ ചിരിക്കുന്ന കണ്ടിട്ട് എനിക്കൂടെ ചിരി വരുന്നു. ഞങ്ങളെക്കുറിച്ച് തന്നെയാണല്ലോ, ഇത് ഞാൻ തന്നെയാണല്ലോ എന്നാണെന്ന് തോന്നുന്നു ആ ചിരിയുടെ അർത്ഥം. സ്തോത്രം. അപ്പം നമ്മളങ്ങനെയാ, പലതും തുടങ്ങും പക്ഷെ ഒന്നും പൂർത്തീകരിക്കാം അല്ലേ? സ്തോത്രം. നമ്മളിപ്പോൾ ഈ സഹോദരിമാരെ കുറിച്ച് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കായിരിക്കും ഒരു മെസ്സേജ് വരുന്നത്. അപ്പോൾ പിന്നെ മെസ്സേജ് പോയി, അപ്പോൾ പാത്രം പകുതി അവിടെ കിടക്കുക. അത് കഴിയുമ്പോൾ അന്നേരമായിരിക്കും ഓർക്കുന്നത്, അയ്യോ തുണി കഴുകാനുണ്ടല്ലോ, തുണി എടുത്ത് അല്ലേ? പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും പൂർത്തീകരിക്കാതെ പോകുന്നവരാ. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം തുടങ്ങുന്നതിനെ പൂർത്തീകരിക്കുന്ന ദൈവമാണ്. ദൈവം തുടങ്ങുന്നതിനെ പൂർത്തീകരിക്കുന്ന ദൈവമാണ്. ഇവിടെ പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. ഈ യേശു ക്രിസ്തുവിൻ്റെ നാളെന്ന് പറയുന്നത് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവോളം. അപ്പോൾ രണ്ടാമത്തെ വരവോളം നമ്മിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇറ്റ്സ് ഓൺഗോയിങ് ഇത് നടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. നമ്മളിന്ന് പാടി കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച്. അപ്പോഴാണ് ഒരു ദൈവദാസൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ ഓർമ്മയിൽ വന്നേ. നമ്മൾ ഈ രണ്ടാം വരവിനെ കുറിച്ച് പ്രസംഗിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുമ്പോൾ ഒന്നാമത് വന്നെന്ന് പോലും കേട്ടിട്ടില്ലാത്ത എത്രയോ ആളുകൾ ഈ ലോകത്തിൽ. ഹലോ, we are singing about the second coming of our Lord Jesus Christ, but there are millions of people who has not yet heard about the first coming of our Lord Jesus. ആരുടെ കുഴപ്പമാ? നമ്മുടെ കുഴപ്പം. It's our responsibility to share the gospel. We are not doing anything, and that's why millions of people have not yet heard the gospel that Jesus came down to this earth. Praise the Lord. It is our responsibility to pray. It is our responsibility to go and share. It is our responsibility to spend what God has given us for the gospel. Hallelujah. Amen. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. ആമേൻ. കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരണം. ദൈവവേലയിൽ വർദ്ധിച്ചു. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യാം. നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ. കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. സ്തോത്രം. നമ്മൾ ചെയ്യുന്ന കാര്യം സക്സസ്ഫുൾ ആണോ ഫെയില്യൂർ ആണോ അതൊന്നും നമ്മൾ നോക്കണ്ട. ഡു വാട്ട് വി ക്യാൻ. ഹല്ലേലൂയ. നമ്മളെ കൊണ്ട് പറ്റും. നമ്മളിപ്പോൾ ഒരാൾ സുവിശേഷം പറയുമ്പോൾ ചിലപ്പോൾ ഒത്തില്ലെന്ന് വരാം, അത് അയാൾ കേട്ടില്ലെന്ന് വരാം, അയാൾ ചിലപ്പോൾ ചീത്ത വിളിച്ചെന്നിരിക്കാം, ഇറങ്ങി പോടാന്ന് പറഞ്ഞെന്നിരിക്കാം, ചിലപ്പം എന്തു ചെയ്യട്ടെ. Never mind. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എന്തെല്ലാം സഹിച്ചു. ഹല്ലേലൂയ. Share the gospel. Share the gospel. Hallelujah. With our life and with our words. Share the gospel. So നിങ്ങളിൽ നല്ല പ്രവൃത്തി, നമ്മിൽ ദൈവം നല്ല പ്രവൃത്തി ആരംഭിച്ചു. The work of salvation and it's ongoing. അതിൽ നമ്മുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ ആത്മീക വളർച്ച ഉണ്ടാകണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. ഹലോ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകണം. ആത്മീക വളർച്ച ഉണ്ടാകണം. ഉണ്ടാകുന്നുണ്ടോ? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ടു ഈച്ച് ആൻഡ് എവരി. നമ്മുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ടോ? അനുദിനം അനുദിനം ഓരോ ഡേ ബൈ ഡേ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ടോ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എങ്ങനെ ആയിരുന്നോ അതുപോലൊക്കെ തന്നെയാണ് ഇപ്പോഴും. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന അത്രയും കോപം ഇപ്പോഴും ഉണ്ട്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന അത്രയും അസൂയ ഇപ്പോഴും ഉണ്ട്. ക്യാരക്ടർ ഫോർമേഷൻ നടന്നിട്ടില്ല. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള പിണക്കം, അസൂയ, ജഡത്തിന്റെ പ്രവൃത്തികളാണ്. കോപം, ക്രോധം, ഈർഷ്യ, പക, പിണക്കം, ജാരശങ്ക, ഭിന്നത, വിദ്വേഷം. സ്തോത്രം. ഈ ജഡത്തിന്റെ പ്രവൃത്തികളൊക്കെ നമ്മിൽ നിന്ന് മാറുന്നുണ്ടോ? ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ടോ? ക്യാരക്ടർ ഫോർമേഷൻ നടക്കുന്നുണ്ടോ? സ്തോത്രം. ക്യാരക്ടർ, നമ്മുടെ സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ സ്തോത്രം, ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നില്ല എന്നല്ല, ദൈവാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പോസിറ്റീവായിട്ട് യാതൊരു നിലകളിലും റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അവിടെ ദൈവം കുറ്റക്കാരനല്ല. God is not responsible because God is doing. അല്ല, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാ. ദൈവാത്മാവ് നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. സ്പിരിച്വൽ ഗ്രോത്ത് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്.
It's an ongoing process. The Spirit of the Lord is doing His work in us. നമ്മുടെ ജീവിതത്തിലെ നമ്മളെ ദൈവം കടത്തിവിടുന്നത്, നമ്മൾ പറയത്തില്ലയോ ദൈവം എന്തിനാ ഇത് അനുവദിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ദൈവം അനുവദിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മളെ ക്രിസ്താനുരൂപരാക്കി തീർക്കാനാ. ടു മേക്ക് us Christ like. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് കുറച്ച് സമയം ശ്രദ്ധിച്ചിരിക്കണേ. പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് പറയുന്നത്. സ്തോത്രം. എനിക്കറിയാം, സ്തോത്രം, പ്രാക്ടിക്കൽ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ആർക്കും അത്രമാത്രം ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് ദൈവവചനമാണ് പറയുന്നത്. സ്തോത്രം. നമുക്കിപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, ദൈവം അനുഗ്രഹിക്കുമെന്ന് കേൾക്കാനും നമ്മുടെ അവസ്ഥ മാറുന്നെന്ന് പറയുമ്പോൾ അത് കേൾക്കാനൊക്കെ വലിയ സന്തോഷമാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കും, ദൈവം നമ്മുടെ അവസ്ഥ മാറ്റും, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, ദൈവം നമ്മുടെ വിഷയങ്ങൾ ഇടപെടും, ദൈവം നമ്മെ സൗഖ്യമാക്കും, ദൈവം നമുക്ക് സാമ്പത്തിക നന്മ തരും, ദൈവം നമ്മെ ഉയർത്തും. ഇതെല്ലാം ദൈവം ചെയ്യും. ദൈവത്തിന് ഇതെല്ലാം ചെയ്യാൻ കഴിയും. ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി അതാത് സമയത്ത് ഇതെല്ലാം ചെയ്യും. നമ്മുടെ അവസ്ഥ മാറ്റേണ്ട സമയത്ത് ദൈവം മാറ്റും. നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട സമയത്ത് ദൈവം പ്രവർത്തിക്കും. നമുക്ക് നൽകി തരേണ്ട നന്മകളൊന്നും അവൻ മുടക്കത്തില്ല. സ്തോത്രം. ദൈവം നേരോടെ നടക്കുന്നവർക്ക് തരേണ്ട നന്മകൾ തക്ക സമയത്ത് കൃത്യസമയത്ത് ദൈവം നൽകി തരും. ഹീ ഈസ് അവർ പ്രൊവൈഡർ. ഹീ ഈസ് ജെഹോവ ജായരെ. ഹീ ഈസ് അവർ പ്രൊവൈഡർ. ഹീ ഈസ് ദ സോഴ്സ് ഓഫ് അവർ പ്രൊവിഷൻസ്. ഹീ ഈസ് ദ സോഴ്സ്. എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരമൊക്കെയും പിതാവിങ്കിൽ നിന്ന്, സ്വർഗീയ പിതാവിങ്കിൽ നിന്നാണ് വരുന്നത്. എവറി ഗുഡ് തിങ്സ് കംസ് ഫ്രം ദ ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ലഭിക്കേണ്ട നന്മയൊന്നും ദൈവം മുടക്കുന്ന ദൈവമല്ലെന്നേ. ദൈവം അത്ര ക്രൂരനും ദുഷ്ടനും ഒന്നും അല്ല. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം തരേണ്ട നന്മകൾ, തരേണ്ട അനുഗ്രഹങ്ങൾ നമ്മൾ ദൈവത്തോടൊന്ന് ചേർന്ന് നടന്നാൽ മതി. വെളിപ്പെടേണ്ട നന്മകളൊക്കെ വെളിപ്പെടേണ്ട സമയത്ത് വെളിപ്പെടും. അത് തലമുറകളിൽ വെളിപ്പെടേണ്ട സമയത്ത് അവരിൽ വെളിപ്പെടും. പ്രാർത്ഥിച്ചാൽ മതി. തലമുറകൾക്ക് വേണ്ടി കണ്ണുനീരൊഴിക്കാൻ മതി. പ്രാർത്ഥിച്ചാൽ മതി. അവർക്ക് വേണ്ടി വെളിപ്പെടേണ്ട സമയമാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ആകുലപ്പെടേണ്ട, വ്യാധിപ്പെടേണ്ട. നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് സ്തോത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഗോഡ് വിൽ ഡൂ മിറക്കിൾസ് ഇൻ ദ ലൈഫ്. പ്രാർത്ഥിക്കും. പിന്നെ ഒരു ഏജ് വരെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അല്ലേ? അവരൊരു ഒരു ഒരു അഡൾട്ട് ആവുന്നവരെ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. വി ഹാവ് ടു ട്രെയിൻ ദം, അല്ലേ? പത്യോപദേശവും ബാലശിക്ഷയും. ടീച്ച് ദം, ട്രെയിൻ ദം. വി ഹാവ് ടു ഡു ദാറ്റ് for sure. It is our responsibility. Then submit them to the Lord and God will do great things in their life. ഭാരപ്പെടണ്ട, അകുലപ്പെടണ്ട. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. പ്രാർത്ഥിക്കുക. കർത്താവ്, God will take care of everything. Hallelujah. God will take care of our present. God will take care of our future. God will provide at the right time. ദൈവം സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം നമുക്ക് വേണ്ടി കരുതും. ദൈവം നമ്മെ നടത്തും. ദൈവം നമുക്ക് വേണ്ടി എല്ലാം നൽകി തരും. നമുക്ക് വേണ്ടതെല്ലാം ദൈവം തരുന്നുണ്ട്. നമ്മുടെ ആഗ്രഹമെല്ലാം നടക്കുന്നുണ്ട്. വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നു, വീട് കിട്ടി. കാറ് വേണമെന്ന് ആഗ്രഹിച്ച് കാറ് കിട്ടി. സാമ്പത്തിക നന്മ വേണമെന്ന് ആഗ്രഹിച്ച് കിട്ടി. ജോലി വേണമെന്ന് ആഗ്രഹിച്ച് കിട്ടി. നമ്മുടെ ആഗ്രഹമെല്ലാം പ്രാർത്ഥിച്ചും പ്രാർത്ഥിക്കാതെയും ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ ആഗ്രഹമോ? ഹലോ, പോയി, അവിടെ വന്നപ്പോൾ പോയല്ലോ. ഹല്ലേലൂയ. നമ്മുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചും പ്രാർത്ഥിക്കാതും ഒക്കെ ദൈവം തരുന്നുണ്ട്. പ്രാർത്ഥിക്കാത്തതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലെന്നുള്ള ആരെങ്കിലും ഉണ്ടോ? ഇന്ന് വരെ പ്രാർത്ഥിക്കാത്തതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലെന്നുള്ളവരുണ്ട്. കൈവൊക്കെ അങ്ങനെ ഞാൻ നിങ്ങളോട് പറയാം. പ്രാർത്ഥിക്കാതെ കിട്ടിയ എന്തൊക്കെയാണ്? കർത്താവേ, എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 24/7 എനിക്ക് ഓക്സിജൻ തരണേന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടാണോ ഓക്സിജൻ കിട്ടുന്നത്? ആണോ? കർത്താവേ, എനിക്ക് ഇന്ന് കുടിക്കാനുള്ള വെള്ളം തരണേന്ന് രാവിലെ എഴുന്നിട്ട് പ്രാർത്ഥിക്കാറുണ്ടോ? ഇതെല്ലാം കിട്ടുന്നല്ലേ? ഇല്ലേ? പ്രാർത്ഥിക്കാതെ എന്തെല്ലാം കാര്യങ്ങൾ ദൈവം തരുന്നു. പ്രാർത്ഥിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ദൈവം തന്നിരിക്കുന്നു. പ്രാർത്ഥിച്ചും പ്രാർത്ഥിക്കാതെയും ദൈവം നമുക്കെല്ലാം തരുന്നുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നുണ്ട്. May God grant you the desires of your heart. That's what the psalmist says. May God grant you the desires of your heart. May God grant you the desires of your heart. Psalmist says. Who says? Psalmist says that may God grant you the desires of your heart. നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹം ദൈവം തരട്ടെ. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ പലപ്പോഴും പല വീടുകളിൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ സഹോദര ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കണേ, അല്ലേ? ഈ സഹോദരിയുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കണേ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാനും അത് ആഗ്രഹിക്കുന്നു, ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കട്ടെ. പക്ഷെ വാട്ട് അബൌട്ട് ദി ഡിസയേഴ്സ് ഓഫ് അവർ ഗോഡ്? ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു?
ദൈവത്തിന് നമ്മളെക്കുറിച്ച് ആഗ്രഹമുണ്ടെന്ന്. നമ്മുടെ സ്വഭാവം മാറണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമ്മൾ ക്രിസ്തുവിനെ പോലെ ആകണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. എല്ലാവരും ഇവിടെ ഉണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ സ്വഭാവം മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ ക്രിസ്തുവിനെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ സ്പിരിച്വൽ മെച്യൂർ ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. ദൈവം ക്യാരക്ടർ മാറണമെന്ന്, സ്വഭാവം മാറണമെന്ന്. ഓ ഹല്ലേലൂയ. നമ്മുടെ സ്വഭാവം നമ്മുടെ അപ്പനെ പോലെ അമ്മയെ പോലെ ആകണം നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ സ്വഭാവം സ്വർഗീയ അപ്പനെ പോലെ, അല്ലെങ്കിൽ നമ്മളെ വീണ്ടെടുത്ത, നമ്മളെ ഏത് രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടോ അവൻ്റെ രക്തത്തിൻ്റെ ഗുണം നമ്മിൽ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത്. ഈ രക്തത്തിൽ നിന്നാണല്ലോ എല്ലാം ഉണ്ടായി വരുന്നത്. സ്തോത്രം, ഉളവായി വരുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വീണ്ടും ജനനം, ക്രിസ്തുവിൻ്റെ കുടുംബത്തിൽ ജനിച്ച നമ്മിൽ പിശാചിൻ്റെ കുടുംബത്തിൻ്റെ സ്വഭാവം കാണിക്കരുത്. എത്ര പേർക്ക് മനസ്സിലാവുന്നു? ഞാൻ നിങ്ങളെ കുറ്റമായിട്ട് പറയുമല്ല. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ അല്ലേ നമുക്ക് ബയോളജിക്കൽ ബർത്ത് ഉണ്ടായി. ബയോളജിക്കൽ ബർത്ത് അല്ലേ? നമ്മുടെ അപ്പനും അമ്മയ്ക്കും ബയോളജിക്കലി നമ്മൾ ജനിച്ചു, ബയോളജിക്കൽ ബർത്ത് ഉണ്ടായി. അതിനുശേഷം നമുക്കൊരു ബോൺ അഗെയിൻ റീബർത്ത് ഉണ്ടായി. എവിടെ? നമ്മുടെ കുടുംബത്തിൽ അല്ലേ? എൻ്റെ വീട്ടുപേര് വേങ്ങവിളിയിൽ ഞാൻ ജനിച്ചു. പക്ഷേ അതിനുശേഷം 2002 നിങ്ങളെക്കാളൊക്കെ ഒരു ലേറ്റർ ആയിട്ടിരിക്കും. 2002 ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഫാമിലിയിൽ വീണ്ടും ജനിച്ചു. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ I was born again into the family of God. ഇപ്പം എന്നിൽ ഏത് ഫാമിലിയുടെ സ്വഭാവം കണ്ടേ? ദൈവ കുടുംബത്തിൻ്റെ സ്വഭാവം, സ്വർഗീയമായ സ്വഭാവം. അതിലേക്ക് നമ്മളെ ആക്കി തീർക്കാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ സ്വഭാവം സ്വർഗീയ സ്വഭാവമാക്കി തീർക്കുവാൻ ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിൻ്റെ ആഗ്രഹം അതാ. നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകണം. നമ്മൾ ക്രിസ്തുവിനെ പോലെ ആകണം. പിതാവാം ദൈവം ആഗ്രഹിക്കുന്നു തൻ്റെ ഏകജാതനായ പുത്രനെ പോലെ പുത്രനാൽ വീണ്ടെടുക്കപ്പെട്ടവരെല്ലാവരുമായി തീരണം. തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിലെ ആദ്യജാതൻ. നമ്മളെല്ലാം അതിനുശേഷമുള്ളവരാ. ക്രിസ്തു ആദ്യജാതനാ. ക്രിസ്തു നമ്മുടെ എൽഡർ ബ്രദറാ. ആ ബ്രദറിൻ്റെ സ്വഭാവം നമ്മിലുണ്ടാകണം. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട നമ്മിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടതിന് ശേഷം സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? സ്തോത്രം. ശ്രദ്ധിക്കണം. നമ്മൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നുണ്ടോ? പിശാചിൻ്റെ പ്രവർത്തികളാണോ നമ്മിൽ ഉണ്ടാകുന്നത്? ക്രിസ്തുവിനെ പോലെ ഓരോ ദിവസവും ആയിത്തീരുന്നുണ്ടോ? അതായിത്തീരണമെങ്കിൽ നമ്മളും കൂടെ വിചാരിക്കണം, ദൈവാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കണം, പ്രാർത്ഥിക്കണം, വചനം ധ്യാനിക്കണം, വചനം ഏറ്റെടുക്കണം, വചനപ്രകാരം ജീവിക്കാൻ നമ്മെ സമർപ്പിക്കണം. നമ്മുടെ ലൈഫിൽ ഓരോരോ ഇൻസിഡൻറ്റുകൾ ദൈവം തരും. എന്തിനാണെന്നറിയോ? നമ്മളെ ഒന്ന് ചെത്താനും വെടിപ്പാക്കാനും ക്ലിയർ ആക്കാനും. ഇതൊക്കെ ദൈവിക പദ്ധതി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ ഈ വരുന്ന സംഭവങ്ങളൊക്കെ നമ്മളെ ഒരിക്കലും മോൾഡ് ചെയ്യത്തില്ല. ഒരുപക്ഷെ നമ്മൾ പിന്മാറ്റത്തിലോട് വരെ പോകാൻ സാധ്യതയുണ്ട്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നമ്മുടെ ജീവിതത്തിൽ ദൈവം ചിലതൊക്കെ അനുവദിക്കുന്നതേ നമ്മളെ ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ടാ. ദൈവം അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടാണ് തരുന്നത്. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. നമ്മൾ ദൈവത്തോടും ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ അനുഭവങ്ങളും നമ്മളെ ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ പലതും നമ്മളെ പിന്മാറ്റത്തിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? ഓ ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്. ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോഴാണ് നമ്മൾ ഒരാളുടെ കൂടെ സ്ഥിരം ടൈം സ്പെൻഡ് ചെയ്ത് നോക്ക്.
കണ്ടിന്യൂസ് ആയിട്ട് ഒരാളോട് ടൈം സ്പെൻഡ് ചെയ്ത് നോക്കുക, സംസാരിക്കുക, ടൈം സ്പെൻഡ് ചെയ്യുക. നമ്മളിൽ അറിയാതെ അവരുടെ പലതും നമ്മിലുണ്ടാവും, അല്ലേ? ഉണ്ടാവും. സംസാരത്തിൻ്റെ ടോണ്, അവർ സംസാരിക്കുന്ന പോലെ ചിലപ്പോൾ നമ്മുടെ അറിയാതെ സംഭവിക്കും. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നടന്നാലോ, കർത്താവിനോട് നിരന്തരമായി സംസാരിച്ചാലോ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടും. നമ്മളിൽ കൺവേർഷൻ ഉണ്ടായി, നമ്മളിൽ സ്പിരിച്വൽ മച്യൂരിറ്റി ഉണ്ടാകണം, നമുക്ക് ക്യാരക്ടർ ഫോർമേഷൻ, ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഉണ്ടാകണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ അങ്ങ് പോവുക. നമ്മുടെ ലാസർ മാത്യു പാസ്റ്റർ പറഞ്ഞല്ലോ, വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ എന്ന് പറഞ്ഞ് അങ്ങ് പോവുക. ഞായറാഴ്ച വരുന്നു, പാട്ട് പാടുന്നു, അങ്ങ് പോവുക. പെന്തിക്കോസ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറയാം, പെന്തിക്കോസ് മതക്കാരാണ്. പെന്തിക്കോസ് മതത്തിൽപ്പെട്ടതാ. ഏതാ? ഇറ്റ് വാസ് ആൻ എക്സ്പീരിയൻസ്, ബട്ട് നൗ ഇറ്റ്സ് എ റിലീജിയൻ. അല്ലേ? സത്യമാ. ആ സഹോദരൻ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത് സത്യമാണ്. എന്നോട് പറഞ്ഞതാ. ഇത് പെന്തിക്കോസ് മതത്തിൽപ്പെട്ടവരല്ലേ ഇതെല്ലാം. നമ്മുടെ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് നമ്മളെങ്ങനെയായിരുന്നു? രാവിലെ ഞായറാഴ്ച എഴുന്നേൽക്കുന്നു, പോകുന്നു. അതിപ്പം ഏത് റിലീജിയൻ ആയിക്കോട്ടെ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്തും ആയിക്കോട്ടെ, വാട്ട് എവർ, നമ്മൾ അവിടെ പോകുന്നു, നമസ്കരിക്കുന്നു, കുമ്പിടുന്നു, കുർബാനക്രമം വായിക്കുന്നു, പുസ്തകം വായിക്കുന്നു, പാരായണം ചെയ്യുന്നു, നമ്മൾ കഴിഞ്ഞു. ഇപ്പം എന്തുവായി? ഇപ്പം നമ്മൾ ഞായറാഴ്ച എഴുന്നേൽക്കുന്നു, ഇന്ന് ആരാധന ഉണ്ടല്ലോ, ഉടുപ്പിടുന്നു, പാൻ്റ് ഇടുന്നു, ചുരിദാർ ഇടുന്നു, വരുന്നു, 2.5 മണിക്കൂർ എങ്ങനെയും കഴിഞ്ഞാൽ വീട്ടിൽ പോകുമായിരുന്നു. നമ്മൾ നിങ്ങളുടെ കാര്യമല്ല, വിഷമിക്കണ്ട. 2.5 മണിക്കൂർ ഇങ്ങനെ ആശീർവാദം പറഞ്ഞായിരുന്നെങ്കിൽ വീട്ടിൽ പോകുമായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത ഞായറാഴ്ച ഓർക്കുന്നത് നമ്മൾ പെന്തിക്കോസാണ്. അപ്പോൾ നമ്മളെന്തായി? പെന്തിക്കോസ് ഒരു റിലീജിയനായി, പെന്തിക്കോസ് മതമായി, പെന്തിക്കോസ് എക്സ്പീരിയൻസിൽ നിന്നും, പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിൽ നിന്നും പെന്തക്കോസ് ഒരു മതമായി മാറി. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു ദൈവപ്രവൃത്തി നടക്കാത്തത്. ഒന്നും നടക്കത്തില്ല. ഒന്നും നടക്കാത്തതിന് കാരണം ഇത് മതമായി മാറ്റപ്പെടുകയാണ്. ജസ്റ്റ് ലൈക്ക് അതർ റിലീജിയൻ. ഹല്ലേലൂയ, ദാറ്റ്സ് നോട്ട് വാട്ട് ഗോഡ് എക്സ്പെക്ട്സ് ഫ്രം us. ഓരോ ദിവസവും ഒരു റിന്യൂവൽ ഉണ്ടാകണം. ഓരോ ദിവസവും പുതിയ അനുഭവം ഉണ്ടാകണം, ന്യൂ എക്സ്പീരിയൻസ് ഉണ്ടാകണം. That is Pentecost. Each and every day new experience. ഓരോ ദിവസവും പുതിയ പുതിയ ആത്മീയ അനുഭവങ്ങൾ. ഹല്ലേലൂയ. ഓരോ ദിവസവും ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ ആത്മീക സന്തോഷം വർദ്ധിക്കുന്നു. തിങ്കളാഴ്ച കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ ഒരു പുതിയ അനുഭവം, ചൊവ്വാഴ്ച കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ പുതിയ അനുഭവം, ബുധനാഴ്ച പുതിയ അനുഭവം, വ്യാഴാഴ്ച. ഓരോ ദിവസവും കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ ന്യൂ എക്സ്പീരിയൻസിങ് ദ ജോയ്, എക്സ്പീരിയൻസിങ് ദ പ്രസൻസ്, എക്സ്പീരിയൻസിങ് ദ പവർ ഓഫ് ദ ലോർഡ്. That is Pentecost. That makes us different from other religions. That makes us different from others. But now, what about us? നമ്മൾ എങ്ങനെയാ? Let us examine ourselves. നമ്മളെ തന്നെ പരിശോധിക്കണം. നമുക്കിങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മളും ഇതുപോലെ just going on where? We do not know. പക്ഷെ നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചു. ദൈവം സാൽവേഷനിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് നമ്മെ നടത്തി. ദൈവം നമ്മളെക്കുറിച്ച് വലിയ പ്രതീക്ഷയായിരുന്നു, ഇപ്പോഴും പ്രതീക്ഷയാ. ദൈവത്തിൻ്റെ പ്രവൃത്തിയും എക്സ്പെക്റ്റേഷനും എപ്പോൾ വരണമെന്നറിയോ? കർത്താവിൻ്റെ 2ാം വരവ് വരെയും. ഹല്ലേലൂയ. നമുക്ക് അവസരമുണ്ട്. റിപ്പന്റ് ചെയ്യാൻ അവസരമുണ്ട്, പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്, ബൈബിൾ വായിക്കാൻ അവസരമുണ്ട്, കർത്താവിനോട് ചേർന്ന് നടക്കാൻ അവസരമുണ്ട്. Today also the Spirit of the Lord is speaking to us. Live a life according to the will of God. Leave our own wish and will and selfish ambitions and live for God. അതാണ് അടുത്ത ഭാഗത്തിൽ പറയുന്നത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അടുത്ത ഭാഗത്തിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു ഷോർട്ട് പ്രയർ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് താൻ കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ ഉണ്ടായ ചില സംഭവങ്ങളാണ് പറയുന്നത്. കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ ഫിലിപ്പിയിലുള്ളവരോട് പറയുവാണ്, കാരാഗ്രഹത്തിൽ കിടന്നിട്ട് പറയുക, ഞാൻ കാരാഗ്രഹത്തിൽ കിടന്നവർക്ക് നിങ്ങൾ വിഷമിക്കണ്ട. ഡോണ്ട് വറി ദാറ്റ് ഐ ആം ഇൻ പ്രിസൺ. ഫിലിപ്പിയിലുണ്ടായ സംഭവം എന്താണെന്നറിയാവോ? ഫിലിപ്പിയിൽ കാരാഗ്രഹത്തിൽ കയറിയപ്പോൾ അന്ന് രാത്രി പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങളെല്ലാം ഇളകിപ്പോയി.
കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, കാരാഗ്രഹം എല്ലാം തുറന്നു, എല്ലാവരും വെളിയിൽ വന്നു അല്ലേ? ഫിലിപ്പിയിൽ അതാ നടന്നത്. പക്ഷേ ഇപ്പോൾ പൗലൂസ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ അത് നടക്കുന്നില്ല. അപ്പോൾ ഫിലിപ്പിയർ വിചാരിക്കും ദൈവത്തിൻ്റെ ശക്തി എങ്ങാനും, ദൈവത്തിൻ്റെ ശക്തി വല്ലോ. അയ്യോ, പൗലൂസ് അവിടെ കിടക്കുന്നതുകൊണ്ട് സുവിശേഷ വേല ഒന്നും നടക്കുന്നില്ല. നോ, അപ്പോസ്തലനായ പൗലൂസ് പറയുക, നോ, ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഞാൻ ഇവിടെ വന്ന് കിടക്കുന്നത് സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് കാരണമായി തീർന്നു. അകമ്പടി പട്ടാളത്തിലൊക്കെ പ്രസിദ്ധമായി. ഞാൻ ഏതാണ്ട് ക്രൈം ചെയ്തിട്ട് വന്നതല്ല. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദാറ്റ് ഐ ആം ഹിയർ. Everyone knew that it is because of Jesus that I am here in prison. Some of them accepted Jesus. Now I'm writing the epistles. അല്ലേ, അതവിടെ പറഞ്ഞിട്ടില്ല, ഞാനങ്ങ് പറയുക. എഫെസി ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസി ലേഖനം, ഫിലേമോന്റെ ലേഖനം. ഓ ഹല്ലേലൂയ, ഒനേസിമോസിനെ കിട്ടി. കർത്താവേ, അവൻ കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടിരുന്നു. പിശാച് കാരാഗ്രഹത്തിൽ കിടന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരന് അനക്കമില്ലെന്ന്. അല്ലെ, കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ അതിലും വലിയ പ്രവൃത്തിയാണ്. ഇന്ന് നമ്മൾ വായിച്ച ഈ ലേഖനം കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതിയതാ. ക്രിസ്തു വെളിപ്പാട് കാരാഗ്രഹത്തിലാ. അപ്പോൾ അവരോട് പറയുക, എനിക്ക് ഭവിച്ചതൊക്കെ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. ഹല്ലേലൂയ. പിന്നെ സഹോദരന്മാർ മിക്കപേരും, അയ്യോ പൗലോസ് അപ്പോസ്തലൻ നാടെ കാരാഗ്രഹത്തിൽ കിടന്നിട്ട് പുള്ളിക്ക് ഒരു കുഴപ്പമില്ല, ഭയങ്കര സന്തോഷമാണ് പുള്ളിക്ക്. നാടെ പുള്ളി ഭയങ്കര റിജോയ്സ് ചെയ്യുന്നു, പുള്ളി ഭയങ്കര സന്തോഷം, പുള്ളിക്ക് ഒരു കുഴപ്പമില്ല, സുവിശേഷത്തിന് വ്യാപ്തി നടക്കുന്നു, ആളുകൾ രക്ഷിക്കപ്പെടുന്നു. പിന്നെ അവരെല്ലാം ധൈര്യം പ്രാപിച്ചു, ഇനിയിപ്പോൾ കാരാഗ്രഹത്തിൽ പോയാലെന്നാ എന്ന് പറഞ്ഞാൽ അവരെല്ലാം സഹോദരന്മാർ മിക്കപേരും ധൈര്യം പ്രാപിച്ച് സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. സഹോദരന്മാർ ധൈര്യം പ്രാപിച്ചു, അകമ്പടി പട്ടാളത്തിലൊക്കെ പ്രസിദ്ധമായി, പലരും രക്ഷിക്കപ്പെട്ടു, ഇവിടെ ലേഖനങ്ങൾ കിട്ടി. അതാ ദൈവിക പദ്ധതി. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത ഭാഗത്ത് പറയുക, എന്നാൽ ഈ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ 2 ടൈപ്പ് ആളുകളുണ്ട്. സിൻസിയറായിട്ട് പ്രസംഗിക്കുന്നവരുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ജയിലിൽ കിടന്നുകൊണ്ട് ഇനി ഞങ്ങൾക്ക് വലിയ ആളാവാന്ന് പറഞ്ഞ് സിൻസിയറായിട്ട് അല്ലാതെ അവൻ പൗലോസിനോട് മത്സരിച്ച് പ്രസംഗിക്കുന്നവരുമുണ്ട്. അതാ ഞാൻ പറഞ്ഞേ, സെൽഫിഷ് അംബീഷൻ വെച്ചിട്ട് പ്രസംഗിക്കുന്നവരുമുണ്ട്. ഹല്ലേലൂയ. അത് അപ്പുറത്ത് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി, വായിക്കും മനസ്സിലാവും. ഞാൻ പറയുന്നത് ബൈബിളിലുള്ള കാര്യം തന്നെയാണ്. അല്ലെ, 2 കൂട്ടം ആളുകൾ, they are preaching because some are preaching sincerely, some are preaching with selfish ambitions, some are preaching with selfish ambitions. So hallelujah, ആമേൻ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെയും കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ. വാട്ട് എവർ വി ഡു ഇറ്റ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. We must have the attitude of a slave. We must have the attitude of a servant. I'm doing it for the glory of God. Not my will, not my wish. I'm not doing anything to boast myself. I'm not doing anything to boast. I'm doing it for the glory of God. ഇവിടെ കുറച്ച് പേര് സെൽഫിഷ് അംബിഷൻ വെച്ചിട്ട് പ്രസംഗിക്കുക. അവർക്ക് തന്നെ ആളാകാൻ വേണ്ടിയിട്ട് അവർ പ്രസംഗിക്കുക, അവർക്ക് തന്നെ ആളാകാൻ വേണ്ടിയിട്ട് ചെയ്യുക. വിത്ത് സെൽഫിഷ് അംബിഷൻ ദേ ആർ പ്രീച്ചിങ്. പിന്നെ പൗലോസ് അപ്പോസ്തലൻ പറയും ഒരു കാര്യം, അവർ സെൽഫിഷ് ആണെങ്കിലും കൊള്ളാം, ജെന്യുവൻ ആണെങ്കിലും കൊള്ളാം, എന്തായാലും കർത്താവിനെയാണല്ലോ പറയുന്നത്, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് പൗലോസ് അടുത്ത ലേഖനത്തിൽ കണ്ടിന്യൂ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മിൽ വെളിപ്പെടേണ്ടത് ക്രിസ്തുവിൻ്റെ ആ മനോഭാവമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുക, നല്ല പ്രവൃത്തി ആരംഭിച്ചു. ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുക. ഐ വുഡ് ലൈക്ക് ടു വൈൻഡ് അപ്പ് മൈ മെസ്സേജ് ഓവർ ഹിയർ. നല്ല പ്രവൃത്തി ആരംഭിച്ചു. വി ആർ ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്. ദാറ്റ് മീൻസ് വി ആർ മെയ്ഡ് റൈറ്റ് വിത്ത് ഗോഡ്. ആമേൻ. Justification, sanctification and glorification that we see in which book? Romans. Which book? Romans. Hallelujah. Justification, sanctification, glorification. Justification നടന്നു കഴിഞ്ഞു, sanctification നടക്കുകയാണ്. We made right with God. Now we are being made like Christ. Hello? We made right with Christ. Now we are being made like Christ. നമ്മൾ ദൈവത്തോട് നിരന്നു. ഇപ്പം നമ്മൾ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു. നമ്മളിപ്പോൾ കർത്താവിനെ പോലെ ആകാൻ വേണ്ടിയുള്ള സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ്സിലാണ്. there is a time period that is going to end by the time Jesus arrives, Jesus comes back. Hallelujah. There is a finishing line. Hallelujah. Amen.
You may be spiritually weak. You may feel that you are far from God. He is still working. നമ്മളെ പലയിടത്തും എഴുതി വെച്ച് കണ്ടിട്ടുണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ്. യെസ്, ലെറ്റ്സ് ക്ലോസ് അവർ ഐസ്. അവർ വർക്ക് ഈസ് ഇൻ പ്രോഗ്രസ്. God is working in us. God is working in us. Your work is in progress. You are in the hands of the potter, the good potter. You are in the hands of the good potter. Your work is in progress. You are in the hands of the good potter. നല്ല കുശവൻ്റെ കയ്യിലിരിക്കുക. നമ്മുടെ പണി നടന്നുകൊണ്ടിരിക്കുക. കുശവൻ്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ട്, ഇപ്രകാരം ഈ കളിമണ്ണിനെ ഒന്ന് മെനഞ്ഞെടുക്കണം. Oh, there is a desire in the heart of the potter. God has a desire about you and me. Are we like that? Are we moving according to God's will? Are we led by the Spirit of God? God has started a good work in us and He is still continuing that. Are we moving according to the guidance of the Spirit of God, or are we living a life according to our own wish and will? Turn back to the Lord. Seek the presence of God. Seek the guidance of God. Trust in the Lord. കർത്താവിൽ ആശ്രയിക്കുക, ദൈവകൃപയിൽ ആശ്രയിക്കുക, കർത്തൃകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കുക, ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കും, ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കും, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കും. ഹല്ലേലൂയ. വിശുദ്ധ അതിവിശുദ്ധനായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം, നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. ദൈവം തുടങ്ങിയതിനെല്ലാം ദൈവം പൂർത്തീകരിക്കും. ദൈവം പൂർത്തീകരിക്കും. ഗോഡ് വിൽ ഫുൾഫിൽ ദാറ്റ്. ദൈവം തുടങ്ങിയതിനെ ദൈവം പൂർത്തീകരിക്കും കേട്ടോ. ദൈവം പൂർത്തീകരിക്കും. ദൈവമാണ് തുടങ്ങിയതെങ്കിൽ, ദൈവം പറഞ്ഞിട്ടാണ് തുടങ്ങിയതെങ്കിൽ ദൈവം പൂർത്തീകരിക്കും. ദൈവമാണ് ആരംഭിച്ചതെങ്കിൽ ദൈവം പൂർത്തീകരിക്കും. ദൈവം പറഞ്ഞിട്ടാണ് തുടങ്ങിയതെങ്കിൽ, ദൈവമാണ് ചെയ്യുന്നതെങ്കിൽ ദൈവം അതിനെ കംപ്ലീറ്റ് ചെയ്യും. ദൈവമാണ് വാഗ്ദത്തം തന്നതെങ്കിൽ ദൈവം അതിനെ പൂർത്തീകരിക്കും. ദൈവമാണ് നിങ്ങളെ ആമേൻ ഹല്ലേലൂയ ഇവിടേക്ക് കൊണ്ടുവന്നതെങ്കിൽ, ദൈവമാണ് നിങ്ങളെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ വാഗ്ദത്തം തന്ന് നടത്തുന്നതെങ്കിൽ ദൈവം അത് കംപ്ലീറ്റ് ചെയ്യും. ദൈവം തുടങ്ങിയതിനൊക്കെ കംപ്ലീറ്റ് ചെയ്യും. ഹി ഈസ് ദി ഓഥർ ആൻഡ് ദ ഫിനിഷർ. ഹി ഈസ് ദി ഓഥർ ആൻഡ് ദി പെർഫെക്റ്റർ. ലെറ്റ്സ് സബ്മിറ്റ് ourselves unto the hands of our Lord Jesus. He is the author and the perfecter of our faith. Let's together pray. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ബെന്നി ബ്രദർ ഇപ്പോൾ ദൈവസന്നിധാനം പ്രാർത്ഥിക്കുമല്ലോ.